ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെള്ളാട്ട് പോക്കർ. അപ്പോ നമ്മുടെ കളമശ്ശേരിയിലെ ചിക്കീൻസിന്റെ അടിയൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിപ്പോ കുറച്ച് മുമ്പുണ്ടായ ഒരു സീനാണ്. അത്യാവശ്യം നല്ല പ്രശ്നമൊക്കെ ആയിരുന്നു. സോ എന്തായാലും അതിനുശേഷം അടുത്ത പ്രശ്നവുമായിട്ട് നമ്മുടെ KFC വന്നിട്ടുണ്ട്. KFCയിൽ വാങ്ങിച്ച ചിക്കന്റെ പ്രോബ്ലമായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം അത് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. സോ നമുക്ക് ആ വീഡിയോ കണ്ടല്ലോ. ആർക്കും വേണമെങ്കിൽ നോക്കിക്കോട്ടോ. ഇപ്പൊ എടുത്ത ബില്ല ഇപ്പൊ റേഷൻ കണ്ട ഇറക്കണം. എന്തോ ഒരു മിനിറ്റ്, ഇത് തിന്ന് ചത്തുപോയ ആര് തമാനം പറയുന്നത്? സംഭവം ഇതാണ്. പുഴുവരിച്ച ചിക്കൻ കാക്കനാട്. ഓക്കെ, കാക്കനാട് KFCന്ന് വാങ്ങിയ ഒരു KFC ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ഒരു ചിക്കൻ പുഴുവരിച്ചതാണ്. ഒരു വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്കെന്തോ വാങ്ങിയിട്ട് പോയതാന്ന് തോന്നുന്നുണ്ട്. സോ അതിനകത്ത് പുഴുവരിച്ചതാണ്. അത് ആക്ച്വലി പറയുമ്പോൾ തന്നെ എനിക്കൊരു താല്പര്യമില്ല, അത് പറയണോ വേണ്ടയോ എന്ന്. എനിവേ ആക്ച്വലി അതിനകത്ത് വീഡിയോ ഞാൻ വെക്കണില്ല, ഈ വീഡിയോ ഞാൻ വെക്കണില്ല. സോ എനിവേ ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. കാര്യം നാളെ നിങ്ങളും മക്കൾക്കൊക്കെ വാങ്ങുന്നതായിരിക്കും ഫുഡ്. അതായത് നമ്മളിനി എത്ര ക്വാളിറ്റികളെടുത്ത് വാങ്ങിച്ചാലും നമ്മൾ കുറച്ചൊന്ന് അത് കൊണ്ടുപോയി നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തു. കാര്യം ഈ വന്ന കാലമാണ്, കാശിന് വേണ്ടിയിട്ടൊക്കെ. അതായത് KFC എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ഒരു പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റാണ്. ഐ മീൻ ഒരു പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന ഒരു, അതായത് അത്രത്തോളം കാശ് അവർ വാങ്ങിക്കുന്നുണ്ട്. സോ അത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. സോ എനിവേ അവിടെ പോലും ആ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പക്ഷം നമ്മളിനി എവിടുന്ന് ഫുഡ് വാങ്ങിച്ചാലും മക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും കഴിക്കിട്ടാ. അതിനിപ്പോ വേറെ ഒന്നും വീഡിയോ വെച്ച് കാണിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി എനിക്ക് അതിനകത്തൊന്നും ഇല്ല. സോ അത് അവര് കേസ് കൊടുത്തു എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി ഐ ഡോണ്ട് നോ. സോ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലോട്ട് പോവാം. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം കുറച്ച് നാളുകൊണ്ട് നമ്മൾ എല്ലാവരും കാണുന്ന ഒരു സംഭവം തന്നെയാണ്. യൂബറുകാരെ, അതായത് യൂബർ ടാക്സി ഒക്കെ ഓടിക്കുന്ന ആൾക്കാരെ പല സ്ഥലത്ത് വെച്ചിട്ട് ആൾക്കാർ പിടിച്ചു നിർത്തുന്നു. അതായത് അവിടുത്തെ ലോക്കൽ ഡ്രൈവേഴ്സ് ഉണ്ടാവൂലെ, അതായത് യൂബറിലൊന്നും കണക്ട് ചെയ്യാണ്ട് ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ, അതേപോലെ ടാക്സി ഓടിക്കുന്ന ആൾക്കാരൊക്കെ യൂബറിനകത്ത് കണക്ട് ചെയ്ത്, യൂബർ, ഓല പോലുള്ള ആപ്പുകളിൽ കണക്ട് ചെയ്ത് ഓടിക്കുന്ന ആൾക്കാരെയൊക്കെ വഴിയിൽ പിടിച്ച് നിർത്തിയിട്ട് ഒരുമാതിരി മാസ് ഡയലോഗും ഭീഷണിപ്പെടുത്തലും ഒക്കെ നമ്മൾ കാണലുണ്ട്. സോ ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താ വെച്ചാൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തന്തയില്ലാത്തതാണ് ഇവന്മാര് കാണിച്ചുകൊണ്ടിരിക്കണം. അതായത് ഈ വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് ഈ മാസ് കാണിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, ഇത് ഒരു തന്തയില്ലാത്ത അവന്മാര് കാണിച്ചുകൊണ്ടിരിക്കണം. ഫസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു. ഇതിനകത്ത് സംഭവം യാത്രക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. അതായത് ഇപ്പൊ യൂബർ ബുക്ക് ചെയ്ത് അതിനകത്ത് പോകുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കണ, അല്ലെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ടാവൂലേ, അവന്മാർക്കാണ് ഈ പറഞ്ഞ കുത്തിക്കഴപ്പം മൊത്തം ഉണ്ടാവണേ. പിന്നെ നമുക്കിപ്പോ ഒരു 100 രൂപ കൊടുത്തിട്ട് ഒരിടത്ത് പോകണം. ഓക്കെ, യൂബറിൽ കാണിക്കുമ്പോൾ 79 രൂപ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേ സംഭവം നമ്മൾ ആ സ്റ്റാൻഡിൽ ഓട്ടോ വിളിക്കുമ്പോൾ അവന്മാർ 250 രൂപ ചോദിക്കും. ഇനി അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓട്ടോ ഓടാനല്ലേ വിളിക്കുന്നേ? ഇയാൾ ഓട്ടോ ഓടാനെ വിളിച്ച സമ്മതിച്ച്. അപ്പൊ ഈ 2 കിലോമീറ്റർ നിങ്ങൾ 60 മേടിക്കും. 60 രൂപയാണ്. 2 കിലോമീറ്റർ ഓടി വന്ന 60 രൂപയാണ്. അതായത് 30 രൂപയാണ് മിനിമം ചാർജ്. മിനിമം ചാർജ് 30 രൂപ. രണ്ടാമത്തെ കിലോമീറ്റർ 30 മേടിക്കും. ഇതുവരെ അതാണ്. അപ്പൊ ഈ എഴുതി വെച്ചേക്കുന്ന ഇയാളെ ഫോട്ടോ എടുക്കുക, ഇയാൾ കൊണ്ട് കൊടുക്കുക. ഇയാളെ പൈസ സമയങ്ങളെ ഈ മീറ്റർ എന്താ വർക്ക് ചെയ്തത്? മീറ്റർ വർക്ക് ചെയ്താൽ മീറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് ഇയാൾ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? പിന്നെ ഞാൻ ഈ ഓട്ടോ കയറുമ്പോൾ ഞാൻ അറിയണ്ടേ? ഇത് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇത് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അവിടെ വെച്ച് പറയാൻ മീറ്റർ ഇടാൻ പറയാൻ തന്നെ അവിടെ വെച്ച് അത് പറയുന്നത് ആളുകൾ അങ്ങനെ ഇയാൾ അവിടെ വെച്ച് പറയണമായിരുന്നു. അതിന് പറയുന്നതിനാ ഇങ്ങനത്തെ തന്തയില്ലാത്തവന്മാര് കുറേ ഉണ്ട്. കുറേന്ന് വെച്ചാൽ ഓട്ടോ ഓടിക്കണ എല്ലാവരും അല്ല ഞാൻ പറയണത്. ഉപജീവന മാർഗത്തിന് വേണ്ടി ഓടിക്കുന്ന ഒരു സംഭവമാണ് ഓട്ടോ എന്ന് പറയുന്ന സംഭവം. അത് ഓടിച്ചു നടക്കുമ്പോൾ ഇമാര് തന്തയില്ലാത്ത പറച്ചിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവനൊക്കെ വലിയ ദാനമായിട്ട് നമ്മളെ കൊണ്ടിറക്കണ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അങ്ങനത്തെ ചില പെരുമാറ്റങ്ങൾ പലർക്കും ഉണ്ട്, പല ഓട്ടോക്കാർക്കും ഉണ്ട്. മനസ്സിലായ? അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ യൂബർ അല്ലെങ്കിൽ ഓല പോലുള്ള ആപ്പുകൾ എടുത്തിട്ട് കുറച്ച് ചിലപ്പോൾ ഇത് നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയും ഈ സംഭവം വരാൻ വേണ്ടി.
5 മിനിറ്റ് വൈകും. എങ്കിൽ പോലും നമ്മുടെ തൊട്ടുമുമ്പിൽ ഒരു ഓട്ടോ കിടന്നാൽ നമ്മൾ അതിനെ ഉപേക്ഷിച്ചിട്ട് ഈ സംഭവം വിളിച്ച് പോണേന്റെ കേസ് അങ്ങനെയാണ്. ഇതേപോലുള്ള ഭർത്താക്കൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കേസ്. ഇയാൾ അവിടെ വെച്ച് പറയണമായിരുന്നു എനിക്ക് മീറ്റർ തുറന്നെന്ന് അതെന്തിനാ പറയുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചത് ഓട്ടോ ആണോന്ന് പറഞ്ഞു. അതിന് ഓട്ടോ ആണേ കാര്യമല്ലെങ്കിൽ അത് മീറ്റർ വേണ്ട. മീറ്റർ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. പരാതിയായിട്ട് വന്നിരിക്കുവോ? നടപടി എടുക്കാൻ പോവാ കേട്ടോ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. നന്നായി. പുള്ളി എന്തായാലും ഈ പറഞ്ഞ മിസ്റ്റർ എപ്പിക് ഡ്രൈവർ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് നിലവിൽ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാലും നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല, നേരെ കൊണ്ടുപോയി പരാതിപ്പെടുക. ഇങ്ങനെയുള്ള തന്തയില്ലാത്തമാരെയൊക്കെ വെച്ച് വാഴിക്കുന്നതിൽ നല്ലത്. അപ്പൊ തന്നെ അതിനെ പരാതിപ്പെട്ട് കേസായിട്ട് മുമ്പോട്ട് പോവുക. മനസ്സിലായ? ഇത് ഗുണ്ടായുസമാണ്, ശരിക്കും പറഞ്ഞാൽ ഗുണ്ടായുസമാണ് എന്നുള്ളതാണ് വേറെ കാര്യം. ഇത് സത്യാവസ്ഥ അതാണ്, ഗുണ്ടായുസമാണ്. എനിവേ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോവാം. ഇന്ന് വെയ്യ അളിയാ, ആഫ്റ്ററാ. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോവാം. അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ കുറച്ചായിട്ട് കണ്ടുവരുന്ന വേറൊരു വീഡിയോ. ഓക്കെ, ഒലയാണോ ഒലക്കയാണോ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ. എനിവേ ഒല അതിപ്പോ എല്ലായിടത്തും പ്രശ്നമാണ്. ഒലയുടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം പ്രോബ്ലം ആണ്. പിന്നെ ഇന്ന് ഞാൻ കണ്ട വേറൊരു ന്യൂസ് ആട്ടോ, ഒലയുടെ ഒരു എവിടെ ഉള്ളൊരു ഓഫീസ് ഒരു കസ്റ്റമർ വന്നിട്ട് തീയിട്ടു. മനസ്സിലായ? അപ്പൊ അത്രത്തോളം പൊറുതി മുട്ടി ഈ പറയുക കാരണം ആൾക്കാര്. അപ്പൊ എന്തായാലും ഒലയുടെ ഒരു കസ്റ്റമറിന്റെ റിവ്യൂവിലേക്ക് നമുക്ക് പോകാം. എടാ പൈസ കൊടുത്ത് വാങ്ങുന്ന വണ്ടിയല്ല ഇത്, ചിരട്ട കൂട്ടിയിടുന്ന അവിടെ കൂട്ടിട്ടോക്ക് സർവീസ് ആണ് പോലും. എന്ത് തേങ്ങയാണ്. സമയം 7:24. ഓലന്റെ ഷോറൂമൊക്കെ അടച്ചിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താ സംഭവം? എന്താ? ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തു. ഓല എന്നാണ് അതിന്റെ പേര്. എടുത്ത അന്ന് മുതൽ ഇവിടെ തന്നെയാ. അത് ഓടിക്കാൻ മര്യാദക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കൊണ്ടുവന്നിട്ടിട്ട് 14 ദിവസം മുന്നേ ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നു. സർവീസിന് വേണ്ടിയാ കൊണ്ടുവന്നത്. ഇവര് റെഡിയാക്കി എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ പോയി, വീണ്ടും കംപ്ലൈന്റ് ആയി. ചാർജ് കയറുന്നില്ല. ഇവിടെ കൊണ്ടുവന്നിട്ടു. അവർ പറഞ്ഞു റെഡി ആക്കുന്നുണ്ട്, ഇപ്പൊ തരാം. ഇന്നലെ വിളിച്ചു, ഇപ്പൊ തരും. ലാസ്റ്റ് സർവീസിൽ 2 സ്റ്റാഫുകളുണ്ട്, അല്ലാതെ ഇവിടെ ഒരു മാനേജറോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. ഇവിടെ ആരുമില്ല, ഇവിടെ സ്റ്റാഫുകൾ ആരുമില്ല. ഇത് ആക്ച്വലി ഒരാളുടെ അനുഭവം അല്ല. അതായത് നമ്മുടെ കേരളത്തില് ഈ പറഞ്ഞ 14 ജില്ലകളിൽ ഏകദേശം 14 ജില്ലകളും ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാട്ടോ ഈ പറഞ്ഞ ഒല സ്കൂട്ടർ വാങ്ങിച്ച കസ്റ്റമേഴ്സിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഇതിനൊരു പരിഹാരം എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പണി ചെയ്യുക. നിങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ 14 ജില്ലക്കാരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങുക. എന്നിട്ട് ഈ മയിലെല്ലാം കൂടി ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ കൊണ്ടിട്ട് അങ്ങോട്ട് കത്തിക്കുക. വേറെ നിവർത്തിയില്ലടാ ആളിയാ. എല്ലാവരുടെയും വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ആക്ച്വലി ഒലേനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒലേനെ പറ്റിട്ട് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ളടാ ഇത് വാങ്ങിച്ചതിന്റെ 90% ആൾക്കാർ വന്നിട്ട് ഇത് തന്നെ പറയണത്. സർവീസ് ഇല്ല, സർവീസിന് കൊടുത്ത വണ്ടി സമയത്ത് കിട്ടുന്നില്ല, ഫുൾ പരാതികൾ തന്നെ. ഓലയാണോ ഒലക്കയാണോ എന്നുള്ള അവസ്ഥയായി. എന്തായാലും ഒരു ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവളുടെ ടൈം കഴിഞ്ഞപ്പോ അവള് പോവുകയും ചെയ്യും. പറയണ്ടോ? അല്ല തീർച്ചയായും നമ്മള് അധ്വാനിച്ച് ചെക്കനൊക്കെ വണ്ടി വാങ്ങിച്ചിട്ട് പാവരിച്ച് കിടക്കുമെന്ന് തോന്നുന്നുണ്ട് അവിടെ. ഉണ്ടാക്കുന്ന ക്യാഷാണ്. ആ ഒരു അധ്വാനത്തിന്റെ വില ഇവർക്ക് അറിയാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. നമ്മള് വളരെ വിഷമിച്ചിട്ടാണ് ഒരു 2 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്. ഇപ്പൊ 2 ലക്ഷം എന്നല്ല, ഒരു ദിവസം കൂലി പോലും 300 രൂപ കൂലിയുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് ഒരു താങ്ങാൻ പറ്റാത്ത സംഖ്യയാണ്. ആ സംഖ്യയും കൊടുത്ത് നമ്മളൊരു വണ്ടി എടുത്തിട്ട് ഒരു ആവശ്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എന്താ സ്ഥിതി? ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഓല എന്നൊക്കെ പറഞ്ഞ വണ്ടി ആൾക്കാർ വാങ്ങിക്കുന്നത് തന്നെ കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഓടിക്കാനും, അതായത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊരു സഹായി എന്നുള്ളൊരു നിലക്കാണ് മിക്ക ആൾക്കാരും ഓല എന്ന് പറയുന്ന സ്കൂട്ടർ വാങ്ങിക്കുന്നത്. ഇലക്ട്രിക് ആണ്. സോ കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ ആയിരിക്കും, കുറച്ചും കൂടി നമുക്ക് വേഗത്തിൽ പോയിട്ട് വരാം, പൊല്യൂഷൻ ഇല്ല. സോ എല്ലാം കൊണ്ടും കുറച്ച് ഈസി ആയിട്ട് കണ്ടിട്ടാണ് ഈ സാധനം വാങ്ങിച്ചത്. പക്ഷെ അത് തന്നെ ഇപ്പൊ നമ്മുടെ ഒരു മെനക്കേടാന്ന് കൂട്ടിക്കൊണ്ടിട്ടുള്ളത്. അതായത് ഇതിനെ മേച്ചുകൊണ്ട് നടക്കാൻ തന്നെ ഇപ്പം ദിവസങ്ങൾ ഇല്ലാത്ത അവസ്ഥ, അതായത് ഇതിന്റെ പുറകിൽ നടക്കാൻ തന്നെ ഇപ്പൊ നിലവിൽ സമയം ഇല്ലാത്തൊരവസ്ഥയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കായി ഇപ്പൊ എന്തായാലും ഒരേ കാരണം. വണ്ടി കൊണ്ടുപോയിട്ട് 2 മാസം കഴിഞ്ഞ് എന്റെ വണ്ടി പൊന്നുപോലെ ഞാൻ കൊണ്ടു നടക്കുന്ന വണ്ടി, ഞാൻ ഒരു പൊടി ആയി കഴിഞ്ഞാൽ തുടക്കുന്ന വണ്ടി ഇന്നത് അവിടെ വേക്കിൽ കിടക്കുകയാണ്. എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പലും പായലും എലികളും കയറിയിട്ട് വേക്കിൽ കിടക്കുക. തുറന്നിട്ട മോഡല്, ബാറ്ററി കംപ്ലൈന്റ് ആണെന്നാ പറഞ്ഞത്. എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതകാല സമരം എന്നുള്ള ഒരു രീതി തന്നെയാണ് ഞങ്ങളിപ്പം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ, അല്ല ഞങ്ങളെ പോലെയുള്ളവർക്ക് നീതി കിട്ടുന്നത് വരെ
ഒരു കാരണവശാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല. വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമോ അല്ലെന്നുണ്ടെങ്കിൽ ഒലയുടെ ആരെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നിങ്ങൾ ഇതിനൊരു നടപടി ഉണ്ടാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ എന്താണെങ്കിലും ഇപ്പൊ നിലവിൽ ഒരു ഷോറൂം എവിടെ ഒരെണ്ണം കത്തിയിട്ടുണ്ട്. ഇതേപോലെ കേരളത്തിലെ 14 ഷോറൂമുകളും കത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രത്തോളം പരാതിക്കാരായടാ ഇതിനൊക്കെ. അത്രത്തോളം അതായത് ഇത് എടുക്കണ 90% ആൾക്കാർ പരാതിക്കാരായെന്നുള്ളതാണ്. മനസ്സിലായ? അപ്പൊ എന്തെങ്കിലും അതിന്റെ നടപടി വേഗം നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിനെ തന്നെ അതിനെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊറ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടേ പറയൊക്കെ. കാശ് കൊടുത്തതല്ലേ, കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, കുഞ്ഞിട്ടൊന്നും അല്ലല്ലോ. പോട്ടെ ഇരി. ആ ഇത് പറയുന്ന ജോലിക്ക് പോകണം, ഞാൻ തിരിച്ച് ഗൾഫിൽ പോകണം, ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കാൻ എനിക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ലാവുന്ന ഗൾഫിൽ നിന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാസർക്കയുടെ വീട്ടിൽ. നാസർക്കയുടെ അവസ്ഥ ആണല്ലേ, കഴിഞ്ഞ 10-33 വർഷം ഒരു വീടിന് വേണ്ടി ഈ കുടുംബത്തിന് പ്രവാസിയുടെ അവസ്ഥയാണ് കേട്ടോ. അതായത് ഒരു 10-33 വർഷക്കാലമായി ഗൾഫില് പറ്റിയപ്പോലെ കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഭാര്യ വീട്ടിൽ നിർത്തുന്നില്ല. എന്താണോ ആകോ എനിക്കറിയില്ല, ഭാര്യ വീട്ടിൽ നിർത്തുന്നില്ല. മനസ്സിലായ? പുള്ളിക്കാരനെ ലാസ്റ്റ് വലിച്ചിറക്കി വെളിയിൽ കളഞ്ഞ് കഥ അടച്ചേക്കുവാ, ഫുഡ് പോലും കൊടുക്കാണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇളയ ഭാര്യമാര്? വേണ്ടി ഇവരുടെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ ഗൾഫിലെ പ്രവാസ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു ആയുസ് കാലം മുഴുവൻ ജോലി ചെയ്ത് സുഖമില്ലാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനി അദ്ദേഹത്തിനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. കൊടുക്കേണ്ട അവകാശങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് അയച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു പ്രവാസി ആയതുകൊണ്ട് ഇത്ര കാലം അദ്ദേഹത്തിനെ കറന്ന് ജീവിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ, ഒരു സ്ത്രീ എന്ന് പോലും അവരെ വിളിക്കാൻ കൊള്ളില്ല. അവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ വെളിയിൽ. ഇത് ഒരിടത്ത് മാത്രമുള്ള സംഭവമൊന്നും അല്ല കേട്ടോ. എനിക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അതായത് പുള്ളി ഒരു ഇപ്പോഴും ഗൾഫിലാട്ടോ. ഞാനിപ്പോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പുള്ളി ഗൾഫിലാണ്. ഒരു 10-40 വർഷത്തോളം പുള്ളി ഗൾഫിൽ തന്നെയാണ്. അപ്പോ പുള്ളീനെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഭാര്യ സമ്മതിക്കണില്ല. മനസ്സിലായോ? അതായത് ഓരോ കടമ്പകൾ കടക്കും തോറും, അതായത് മക്കളുടെ പഠിപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത പരിപാടി, അത് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് ബാധ്യതകൾ എടുത്ത് തലയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണ കുറെ ഭാര്യമാരുണ്ട് കേട്ടാ. സോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവാ? ശരിക്കും പറഞ്ഞാല് ഈ മയിരെല്ലാം കൂടി സ്വന്തം പേരിലാണെന്നുണ്ടെങ്കിൽ അവിടെ വിൽക്കുക, ഈ മരുന്നുകളൊക്കെ ഉപേക്ഷിക്കുക, അവിടെ പോയി സമാധാനത്തോടെ പീസായിട്ട് മരിക്കുന്ന വരെ ജീവിക്കുക. അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല അനാഥകൾക്കും കൊടുക്കുക, ഏതെങ്കിലും എത്തീമകൾക്ക് കൊടുക്കുക. അതൊക്കെ ചെയ്യാനുള്ളൂ കേട്ടോ. പറ്റില്ല. അതുകൊണ്ട് ഞാൻ 33 വർഷമായി ഗൾഫിൽ പോയിട്ട്. 33 വർഷം ഗൾഫിൽ പോയി. ഈ അസോസിയേഷൻ കുറെ ഉണ്ടല്ലോ, കുറെ ഉണ്ടോ എനിക്കറിയത്തില്ല. മെൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകളുടെ ഒക്കെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ടപ്പേ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നടപടി ഉണ്ടാവണം. സോ അതേപോലെ ഏതെങ്കിലും ഒരു മെൻസ് അസോസിയേഷൻ നമ്മുടെ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സംഭവം നടന്നത് കരുനാഗപ്പള്ളി കൊല്ലത്തല്ല, കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അതീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോയി ഇതിന്റെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. മോശമല്ലേ ഈ പ്രായത്തിലും ഇനിയും പോയി ഗൾഫിൽ പോയിട്ട് ഇയാൾ ആർക്ക് എന്ത് അധ്വാനിച്ചാ കൊടുക്കണ്ടേ? ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരുടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. മാക്സിമം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചു കൊടുക്കുക. ഒരു മനുഷ്യനല്ലടാ, 10-40 വർഷക്കൊല്ലമായിട്ട് ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചിട്ട് നാട്ടിൽ വന്നതാ, സ്വന്തം വീട്ടിൽ വന്നതാ, ഉണ്ടാക്കിയിട്ട പെരയിൽ വന്നപ്പോ അതിനകത്ത് ഭാര്യ കേറ്റുന്നില്ലാണ്. ഭാര്യക്ക് എന്താണോ മൂഡ് നമുക്കറിയില്ല കേട്ടോ. മുണ്ടാ. അപ്പോ ഇതുപോലെ ഇത് കാണുന്ന പ്രവാസികളെ എല്ലാരും, അല്ലെങ്കിൽ എല്ലാവരുടെയും സാഹചര്യം ഇതുപോലെ ആയിരിക്കില്ല. പക്ഷെ ചില ആൾക്കാരുടെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ കേട്ടാ. അപ്പോ നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുക. മനസ്സിലായ? പണം ആണ് മെയിൻ ഒന്നാമത്തെ കേസ്. പിന്നെ ഇങ്ങനത്തുള്ള മരുന്നുകളെ കൂടെ ജീവിക്കാറുണ്ട് കേട്ടോ, ഒരു രക്ഷപ്പെട്ടു വെച്ചിട്ട് എന്തും. സോ ഗായ്സ്, എനിവേ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാളെ കുറച്ച് പുതിയ വിശേഷങ്ങളുമായി നാളെ വരാം. നോക്കിയാലടാ എന്നാൽ ശരിക്കും നമ്മൾ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്ന, പക്ഷെ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇന്നങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. സോ എനിവേ വെള്ളാട്ട് പോക്കർ പവേർഡ് ബൈ ഞാൻ തന്നെ. സോ എനിവേ നാളെ കുറച്ച് പുതിയ കണ്ടന്റുകളുമായി നമുക്ക് വരാം. സോ ഗായ്സ്,
ബൈ.